അതായത് ഇത് ഒരു ചീര എന്നിട്ട് ഒരു ചീര ഒരു ചീരയിൽ നിന്ന് നമുക്ക് ഒരു കറിക്കുള്ളത് കിട്ടും. ഇതിൻ്റെ ബ്രാഞ്ചസ് നന്നായി അടിപൊളിയായിട്ട് വളരുന്നുണ്ട്. ഇതുപോലെ ഉണ്ട്. മുറിച്ചെടുത്തതാണ് ഞാൻ. പക്ഷേ ഇത് ഈ ഒരെണ്ണത്തിൽ നിന്നും തന്നെ ഒരു കറിക്കുള്ളത് കിട്ടും. ഇത് ഞാൻ കൊടുക്കുന്ന ഈ വളത്തിൻ്റെ പ്രത്യേകതയാണ് തോന്നുന്നുണ്ട്. ഇത് നല്ല അടിപൊളി വലിയ ഇലകളായിട്ട് തന്നെ വളരുന്നുണ്ട്. പിന്നെ ഇത് തക്കാളിയാണ്. ഇത് തക്കാളി നന്നായിട്ട് അടിപൊളിയായിട്ട് വളരുന്നത്. ഇതെല്ലാം ഞാൻ കൊടുക്കുന്ന വളത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് തോന്നുന്നു. ഇത് എല്ലാവർക്കും ഇതുപോലെ വളം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമല്ല, ആർട്ടിഫിഷ്യൽ വളമൊന്നുമല്ല. ഇത് ഞാൻ കിച്ചൺ വേസ്റ്റ്, നമ്മളുടെ പച്ചക്കറിയുടെ, ഫ്രൂട്ട്സിൻ്റെ, ഇതിൻ്റെ തൊലികളും ഒക്കെ ഇട്ടിട്ടുള്ള മീനിൻ്റെ വെള്ളം, ഇതെല്ലാം കൂടി ഞാനൊരു ബക്കറ്റിൽ ഒഴിച്ച് വയ്ക്കും. അപ്പോൾ അത് 2 ദിവസം കൂടും 3 ദിവസം കൂടുമ്പോൾ അതിന് വെള്ളം എടുത്തിട്ട് ഒഴിച്ച് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.